Good morning, all. Today we are going to discuss the topic motion study. Frank and Lillian Gilbert developed the concept of motion study as an engineering and management technique. The concept of motion study is a widely discussed management tool. It studies the movement of men and machinery in an work environment. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ടൈം സ്റ്റഡി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ആണ് മോഷൻ സ്റ്റഡി. ഫ്രാങ്ക് ആൻഡ് ലില്ലിയൻ ഗിൽബർട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ എൻജിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ടെക്നിക് ആൻഡ് ഇറ്റ് ഈസ് എ വൈഡ്ലി യൂസ്ഡ് മാനേജ്മെൻറ്റ് ടൂൾ. അപ്പോൾ ഒരു മെൻ അല്ലെങ്കിൽ മെഷീനറി, ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മെഷീനറിയുടെ വർക്ക് എൻവയോൺമെൻറ്റിലെ മൂവ്മെൻ്റാണ്, എത്രത്തോളം മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് മോഷൻ സ്റ്റഡിയിൽ സ്റ്റഡി ചെയ്യുന്നത്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മോഷൻ സ്റ്റഡി. ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ഒബ്ജക്റ്റീവ്സ് ആണ് മോഷൻ സ്റ്റഡിക്ക് ഉള്ളത്. ഫസ്റ്റ് വൺ, ടു എലിമിനേറ്റ് ഓൾ നോൺ പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഎഫക്റ്റീവ് മോഷൻസ്. എല്ലാ നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യൻസി കുറയ്ക്കുന്ന എല്ലാ മൂവ്മെൻറ്റ്സും ഒഴിവാക്കുക, എല്ലാ മോഷൻസും ഒഴിവാക്കുക. സെക്കൻഡ്, ടു ഡെവലപ്പ് മോർ ഇഫക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് പാറ്റേൺസ് ഓഫ് മൂവ്മെൻറ്റ്സ്. ടു ഡെവലപ്പ് മോർ ഇഫക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് പാറ്റേൺസ് ഓഫ് മൂവ്മെൻറ്റ്. ഇൻഎഫക്റ്റീവ് ആയതൊക്കെ എലിമിനേറ്റ് ചെയ്യുകയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ്, കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള പാറ്റേൺസ് ഓഫ് മൂവ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുക. തേർഡ്, to modify tools, lighting and other factors to help in optimizing the effects of motions. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ പ്ലാന്റിൻ്റെ ഉള്ളിലുള്ള ടൂൾസും അതേപോലെ ലൈറ്റിങ്ങും അതേപോലെ അല്ലാത്ത ഫാക്ടേഴ്സും ഒപ്റ്റിമൈസ് ചെയ്യുക ഇൻ ഓർഡർ ടു ഹെൽപ്പ് ദി ഇംപ്രൂവിങ് ദി ഇഫക്ട്സ് ഓഫ് മോഷൻസിൻ്റെ ഇഫക്ട്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ഓർഗനൈസേഷനുള്ളിൽ പ്ലാന്റിലുള്ള ഫെസിലിറ്റീസിൽ ചേഞ്ചസ് വരുത്തുക. ഇത്രയാണ് മോഷൻ സ്റ്റഡീൻ്റെ ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മൾ മൂവ്മെൻറ്റ്സ് സ്റ്റഡി ചെയ്യുക, അപ്പം നമുക്കത് മനസ്സിലാവും ഏതൊക്കെ മൂവ്മെൻറ്റ്സ് ആണ് ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ളത്. അങ്ങനത്തെ എലിമിനേറ്റ് ചെയ്യുക, കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ഡെവലപ്പ് ചെയ്യുക, പിന്നെ കൂടുതൽ ഇഫക്റ്റീവ് ആവാൻ എന്തൊക്കെ ചേഞ്ചസ് ആണോ വരുത്തേണ്ടത് അതൊക്കെ ചെയ്യാം. പ്രിൻസിപ്പിൾസ് ഓഫ് മോഷൻ സ്റ്റഡി. ഫ്രാങ്ക് ഗിൽബർട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് മോഷൻ സ്റ്റഡി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. They are grouped into 3 headings. First one, use of the human body. Second, arrangement of workplace. Third, design of tools and equipment. There are number of principles concerning the economy of movements which have been developed as a result of experience at the workplace. വർക്ക്പ്ലേസിലെ എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രിൻസിപ്പിൾസ് 3 കാറ്റഗറി അല്ലെങ്കിൽ 3 ഹെഡിലാണ് വരുന്നത്. അതാണ് ഫസ്റ്റ് വൺ, യൂസ് ഓഫ് ഹ്യൂമൻ ബോഡി. സെക്കൻഡ്, അറേഞ്ച്മെൻറ്റ് ഓഫ് വർക്ക് പ്ലേസ്. തേർഡ്, ഡിസൈൻ ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ഫസ്റ്റ് ഹെഡ് യൂസസ് ഓഫ് ഹ്യൂമൻ ബോഡി. അതിൽ വരുന്ന പോയിൻറ്റ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ 2 ഹാൻഡ്സ് ഷുഡ് ബിഗിൻ ആൻഡ് കംപ്ലീറ്റ് ദർ മൂവ്മെൻറ്റ്സ് അറ്റ് ദ സെയിം ടൈം. 2 കൈ ഒരുമിച്ച് അതിൻ്റെ ആക്ഷൻസ് തുടങ്ങണം എന്നുള്ള രീതിയിൽ. സെക്കൻഡ്, ദ 2 ഹാൻഡ്സ് ഷുഡ് നോട്ട് ബി ഐഡിൽ അറ്റ് ദ സെയിം ടൈം എക്സെപ്റ്റ് ഡ്യൂറിങ് പീരീഡ്സ് ഓഫ് റെസ്റ്റ്. 2 കൈയും എന്താ പറയുക, ഐഡിയലായിട്ടൊന്നും ചെയ്യാതിരിക്കരുത്, റെസ്റ്റിൻ്റെ സമയത്തല്ലാതെ അങ്ങനത്തെ ഒരു പോസ്ചർ ഉണ്ടാവാൻ പാടില്ല. തേർഡ്, മോഷൻസ് ഓഫ് ദി ആംസ് ഷുഡ് ബി മെയ്ഡ് സൈമിൾട്ടേനിയസ്ലി. കൈയിൻ്റെ ആംസിൻ്റെ മോഷൻസ് ഒന്നിൻ്റെ ഇടയിൽ തന്നെ മറ്റൊന്നും കൂടെ നടക്കുന്ന രീതിയിൽ സൈമിൾട്ടേനിയസ് ആയിരിക്കണം. ഫോർത്ത്, ഹാൻഡ് ആൻഡ് ബോഡി മോഷൻസ് ഷുഡ് ബി മെയ്ഡ് അറ്റ് ദ ലോവസ്റ്റ് ക്ലാസിഫിക്കേഷൻ അറ്റ് വിച്ച് ഇറ്റ് ഈസ് പോസിബിൾ ടു ഡു ദി വർക്ക് സാറ്റിസ്ഫാക്ടർലി. അപ്പം ഹ്യൂമൻ ബോഡി ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യണമെന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾസിൽ യൂസസ് ഓഫ് ഹ്യൂമൻ ബോഡിയിൽ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പറയുന്നത് ഹാൻഡ്സിൻ്റെ കാര്യമാണ്. 2 കൈയും ഒരേ സമയം മൂവ് ചെയ്യണം, സൈമിൾട്ടേനിയസ് ആയിട്ട് മൂവ് ചെയ്യണം. പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നത് റെസ്റ്റ് ടൈമിൽ മാത്രമേ പാടുള്ളൂ. പിന്നെന്താണ്, ഹാൻഡ് ആൻഡ് ബോഡി മോഷൻസ് ഷുഡ് ബി മെയ്ഡ് അറ്റ് ദ ലോവസ്റ്റ് ക്ലാസിഫിക്കേഷൻ അറ്റ് വിച്ച് ഇറ്റ് ഈസ് പോസിബിൾ ടു ഡു ദ വർക്ക് സാറ്റിസ്ഫാക്ടർലി. അതായത് ഏറ്റവും സാറ്റിസ്ഫാക്ടറി ആയിട്ട് ജോലി ചെയ്യാനുള്ള മിനിമലായിട്ട് മാത്രമാണ്
ഹാൻഡ് ആൻഡ് ബോഡി മോഷൻസ് ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് നമുക്ക് ചെറുതായിട്ട് ചെയ്യാൻ വലിയ എഫേർട്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ജോലികൾ ആ രീതിയിൽ തന്നെ ചെയ്യണം. അതിന് കൂടുതൽ എഫേർട്ട്, കൂടുതൽ മോഷൻസ്, വെറുതെ കൈയും കാലും ഇട്ട് അങ്ങനത്തെ ആ രീതിയിൽ ചെയ്യാൻ പാടില്ല. അതാണ് യൂസസ് ഓഫ് ഹ്യൂമൻ ബോഡി. കാരണം എന്താണ്, പിന്നെ മോഷൻ സ്റ്റഡിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് വെറുതെ വേസ്റ്റായിട്ട് ചെയ്യുമ്പോൾ എന്താണ്, ആൾ ടയേർഡായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഏതാണോ ഏറ്റവും ഇഫക്റ്റീവ് ആ രീതിയിൽ മാത്രം ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ് ഈ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. സെക്കൻഡ്, അറേഞ്ച്മെൻറ്റ് ഓഫ് ദി വർക്ക് പ്ലേസ്. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെഫിനിറ്റ് ആൻഡ് ഫിക്സഡ് സ്റ്റേഷൻസ് ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ ഓൾ ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ് ടു പെർമിറ്റ് ഹാബിറ്റ് ഫോർമേഷൻ. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന മെഷീനറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഡെഫിനിറ്റ് ആയിട്ടൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു പ്ലേസ് വേണം. ടൂൾസ് കാര്യങ്ങളൊക്കെ വെക്കാൻ, മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ, അതിനൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഫിക്സഡ് ആയിട്ടൊരു സ്പേസ് വേണം. എങ്കിൽ മാത്രമേ അതൊരു ഹാബിറ്റ് ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യുള്ളൂ. കാരണം നമ്മൾക്ക് എന്നും ഒരു സ്ഥലത്ത് പോയിട്ടൊരു കാര്യം എടുക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പമായിരിക്കും. പക്ഷേ അത് മിസ്പ്ലേസ്ഡ് ആണെങ്കിൽ അതിന് നമുക്ക് ഒരുപാട് സമയവും മൂവ്മെൻറ്റും നഷ്ടമാവും. സെക്കൻഡ്, ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ് ഷുഡ് ബി പ്രീ പൊസിഷൻഡ്. അതായത് നമ്മളൊരു ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതിനാവശ്യമായിട്ടുള്ള ടൂൾസും മെറ്റീരിയൽസും ഒക്കെ അതിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ആ ഒരു ഫംഗ്ഷൻ ക്യാരി ഔട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന മൂവ്മെൻറ്റ്സ് ഒഴിവാക്കാൻ പറ്റും. തേർഡ്, ടൂൾസ്, മെറ്റീരിയൽസ് ആൻഡ് കൺട്രോൾസ് ഷുഡ് ബി ലൊക്കേറ്റഡ് വിത്തിൻ എ മാക്സിമം വർക്കിംഗ് ഏരിയ ആൻഡ് ആസ് നിയർ ടു ദി വർക്കർ ആസ് പോസിബിൾ. അത് നമ്മളിപ്പം 2-3 ഫ്ലോറിലൊക്കെ ആയിട്ടാണ് നമ്മുടെ പ്ലാന്റ് വരുന്നതെങ്കിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ആവശ്യം വരുന്ന സാധനങ്ങൾ അതാരാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഏതൊരു മെഷീനറിക്കാണോ അതിൻ്റെ യൂസ് വരുന്നത് അത് സെറ്റ് ചെയ്തതിനടുത്ത് തന്നെ സ്റ്റോർ ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ ഓരോ പ്രാവശ്യവും അപ്സ്റ്റേഴ്സിൽ പോവുക അല്ലെങ്കിൽ ഡൗൺ സ്റ്റേഴ്സ് തന്നെയാണ് കുറേ ദൂരം അതിന് വേണ്ടി മൂവ് ചെയ്യുക, ആ രീതിയിൽ ഒഴിവാക്കിയിട്ട്. അപ്പോൾ അറേഞ്ച്മെൻറ്റ് ഓഫ് ദി വർക്ക് പ്ലേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ മെറ്റീരിയൽസ്, ടൂൾസ് അതൊക്കെ എന്ത് ചെയ്യണം, സ്റ്റാബിളായിട്ട് ഫിക്സഡ് ആയിട്ടൊരു സ്ഥലത്ത് വെക്കണം. പിന്നെ പ്രീ പൊസിഷൻ ചെയ്യണം. ഒരു മെഷീനറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അത് വർക്ക് ചെയ്ത് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെന്താണ്, മാക്സിമം എംപ്ലോയീസിൻ്റെ അടുത്ത് ആസ് പോസിബിൾ, ആസ് നിയർ ആസ് പോസിബിൾ അതൊക്കെ സെറ്റ് ചെയ്യണം. Third, design of tools and equipments. The color of the workplace should contrast with that of work and thus reduce eye fatigue. അതായത് ഓർഗനൈസേഷനിലെ പെയിൻറ്റിങ്സ്, ലൈറ്റിംഗ് സെറ്റപ്സ് അതൊക്കെ എംപ്ലോയീസിൻ്റെ കണ്ണിനൊക്കെ ഒരു ഐ കംഫർട്ടൊക്കെ ഉള്ള രീതിയിൽ വേണം സെറ്റ് ചെയ്യാനും. സെക്കൻഡ്, the hands should be relieved of all work of holding the workpiece where this can be done by foot operated devices. എല്ലാ മെഷീനറീസും കാര്യങ്ങളും എന്താണ്, കൈ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണം എന്നുള്ള രീതിയിലാവാൻ പാടില്ല. ഒരു പിന്നെ ഫുഡ് റെസ്റ്റ് ആ രീതിയിലൊക്കെ അത് ജസ്റ്റ് ചവിട്ടി നമ്മൾ നിന്നാൽ തന്നെ വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ രീതിയിലത്തുള്ള മെഷീൻസൊക്കെ ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. എങ്കിൽ പിന്നെ കൈക്ക് എപ്പോഴും തന്നെ സ്ട്രെയിന് വരാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. തേർഡ്, 2 or more tools should be combined where possible. എവിടെയാണോ നമുക്ക് പോസിബിൾ ആവുക അവിടെ 2 or more 2-ൽ കൂടുതൽ ടൂൾസ് പിന്നെ കമ്പൈൻ ചെയ്യാൻ ശ്രദ്ധിക്കണമെങ്കിൽ അത്രയും ഹ്യൂമൻ എഫേർട്സ് അല്ലെങ്കിൽ മാനുവലായിട്ടുള്ള എഫേർട്സ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഡിസൈൻ ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിൽ വരുന്നത്.